മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അമേരിക്കക്കാരോടും മിഡിൽ ഈസ്റ്റ് വിട്ടുപോകാൻ അടിയന്തരമായ നിർദ്ദേശമാണ് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ എംബസികൾ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഗുരുതരമായ ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണിത്. ഇറാനിലുള്ള എല്ലാ ഊർജ സ്രോതസ്സുകളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുകളും തകർക്കും എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ചത്തേക്കുള്ള ക്യാമ്പയിനാണ് ഇറാനിൽ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ സാധാരണ പോലെ തന്നെ ട്രംപ് പെട്ടെന്ന് നിറം മാറിയിരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം ആക്രമണത്തിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇറാനെ നരകമാക്കുമെന്നാണ്. അതുകൊണ്ട് ഇറാൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് അമേരിക്കയുമായി ഡീലിലേക്ക് എത്തണമെന്നായിരുന്നു. പക്ഷെ ഇന്ന് നിറം മാറി, ഇന്ന് പുതിയൊരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നത് തൽക്കാലത്തേക്ക് ഈ ആക്രമണത്തിൽ നിന്ന് ട്രംപ് പിൻവലിഞ്ഞിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം ഇറാൻ അവരുടെ നീക്കങ്ങളിലോ അവരുടെ നിലപാടുകളിലോ മാറ്റം വരുത്തി എന്നല്ല, മറിച്ച് ട്രംപ് സ്വയം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇപ്പോൾ പറയുന്നത് അറബ് രാഷ്ട്രങ്ങളുടെ നിർബന്ധ പ്രകാരമാണ് മാറിയിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഇറാന് ഒരു സന്ദേശം തുർക്കി പാകിസ്ഥാൻ വഴി അമേരിക്ക നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ അത് ലഭിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഇറാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഇതിന്റെ മറവിൽ അമേരിക്ക നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇറാൻ അവരുടെ എല്ലാ കമാൻഡർമാരോടും പൊതുപരിപാടികളിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അമേരിക്കയും ഇസ്രായേലും ചതി നടത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളെ ടാർഗറ്റ് ചെയ്യാനായിരിക്കും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതി. അതുകൊണ്ട് തന്നെ കമാൻഡർമാരാരും പൊതുപരിപാടികളിൽ വരാൻ പാടില്ല എന്ന ശക്തമായ നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ സൈനികർ ഇറാനിൽ പൂർണ്ണമായും ശക്തമായ ജാഗ്രതയോടെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു വലിയ ഒരു യുദ്ധ സാഹചര്യത്തിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഉള്ളത്. ട്രംപ് ഇങ്ങനെ ഒരു നീക്കം പിൻവലിയുക എന്ന ഒരു കാര്യം ഇടനിലക്കാർ മുഖേന ഇറാനെ അറിയിച്ചുവെങ്കിലും ഇറാൻ ഇത് കാര്യമായി എടുത്തിട്ടില്ല. നേരെ മറിച്ച് ഇറാൻ പൂർണ്ണമായ രൂപത്തിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതൊരു ആക്രമണത്തെയും തടുക്കുവാനും ശക്തമായി തിരിച്ചടിക്കാനുമുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. അതേസമയം അമേരിക്ക അവരുടെ പെട്ടെന്നുള്ള ആക്രമണങ്ങൾക്ക് വഴി തെളിയിക്കുന്നതായിരിക്കും, അതിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതായിരിക്കും ഇത്തരം ഒരു നീക്കമെന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. കാരണം അമേരിക്കയുടെ ട്രംപിന്റെ ഇതുവരെയുള്ള നിലപാടുകളിൽ നിന്ന് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ആക്രമണത്തിന്റെ ലെവൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.